മുട്ടയില്ലല്ലോ, കോഴിനെ കാണാനില്ല. ഓ അതാ പറമ്പിലെങ്ങാനും കാണും. ആദ്യത്തെ മുട്ടയായിരുന്നു. ആ താക്കോലിങ് തന്നെ. അയ്യോ ഡേ, നീ ആ മീനിന്റെ വീട്ടിൽ പോയി നോക്കിയേ, കോഴി മുട്ടിട്ടുണ്ടെന്ന്. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഒന്ന് പോയെന്റെ അമ്മച്ചി ഇവിടുന്ന്. ഇനി പെരപ്പുറത്തെങ്ങനെ ഇട്ട് കാണുമോ? കൊണ്ടാലും സൺസൈഡിന്റെ പുറത്തോട്ട് കയറി. എടി കൊച്ചേ, വീഴും. അതിന് നടക്കാൻ അറിഞ്ഞൂടെ? ഉച്ചക്കത്തെ ചിക്കൻ കറി പൊളിച്ചിട്ടാ സൂപ്പറായുണ്ട്. അല്ല, താൻ കഴിക്കൂലായിരുന്നല്ലോ അല്ലേ? കഴിക്കും, ഇല്ലെന്നല്ല. എന്താ ചിരി? കുട്ടൻ ബ്രോ, ഇന്നൊരു വർക്ക് ഉണ്ട് കേട്ടാ. എന്ത് വർക്ക്? എവിടാ? അറ്റ് ചിഞ്ചിലൂസ് ഹൗസ്. ഇന്നു അരി വറുത്ത്. ദേ, നല്ല നേരമാണ്, രണ്ടും കൂടെ പെട്ടെന്ന് ചെല്ലിട്ടാ. ആ പോവും. ഇപ്പൊ കൂട്ടാ, ഞങ്ങൾ വിട്ടോടെ? ആ വിട്ടോ വിട്ടോ വിട്ടോ. എടാ, ഈ വാള് വെച്ചതിനെ വിളിച്ചോണ്ട് പോടാ. വാടാ, എനിക്കൊരു വാള് വെക്കാൻ പാടില്ലേ? ഇയാള് ഭയങ്കര അലമ്പായിക്കൊണ്ടിരിക്കാണല്ലോ. ഇവനൊന്നും വെള്ളപ്പൊക്കത്തിനും വേണ്ടല്ലോ. വാള് വെക്കാൻ പറ്റൂ. വാ, അടുത്ത വെള്ളപ്പൊക്കത്തിന് മുമ്പ് പോവാ. ചെവിയേ, ഇന്ന് പൊളിക്കണോട്ടാ. ആ സംശയം പോലുണ്ടോ? വിളിച്ചോട്ടാ. എനിക്ക് നല്ല സംശയമുണ്ട്. എന്റെ മേരി, നിനക്കൊന്ന് ചൊല്ലാവോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മുടെ കർത്താവ് കുരിശ് വെച്ചുകൊണ്ട് കാവൽ തമലയിലേക്ക് പോയി എന്നതിന്മേൽ നമ്മുടെ കോഴിമുട്ടയിടുന്നത് വീടിന്റെ വീട്ടിലാണ്. നമുക്ക് ധ്യാനിക്കാം മാതാവേ. അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ക്ഷമയോടെ അത് വഹിക്കുവാൻ നിങ്ങൾ പോയി ചോദിക്കോ, ഞങ്ങളെ സഹായിക്കണമേ. അമ്മ മിണ്ടായിരുന്നേ, അയൽക്കാരോട് നടക്കാൻ വേണ്ടിട്ട്. നമ്മുടെ കർത്താവ് വിശ്വസിക്കാരണ്ടും കള്ളന്മാരുടെ മധ്യ കുരിശുമേ തറക്കപ്പെട്ടെന്നാൽ നീ ഒന്ന് പൊടി. ഞാൻ കണ്ടതാണ് അവളുടെ സൺസൈഡിലേ നമ്മുടെ കോഴി പോയി നിൽക്കണത്. നിങ്ങൾ ഇപ്പൊ ചെന്ന് ചോദിക്കണം. ആ ചോദിക്കി. എടാ, അവൾക്ക് ആരടേ ചിഞ്ചിലോന്ന് വരുത്ത്? അവളുടെ അമ്മൂമ്മ വിളിക്കുന്ന പേരാണ്. അപ്പൊ അവളുടെ ശരിക്കുള്ള പേരെന്താ? ബ്രൂലിൻ ഏലിയാമ്മപ്പൻ. എന്നിട്ട് ബ്രൂലിന്ന് അവളുടെ അപ്പനിട്ട പേരല്ലേ? അവളുടെ അപ്പൻ എന്താ ജോലി? റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് അവളുടെ അപ്പൻ. അപ്പൊ മുടിഞ്ഞ കാശായിരിക്കും. നീ കണ്ടിട്ടുണ്ടായ? അവള് പറഞ്ഞറിയാ. അവൾക്ക് മുറച്ചെറുക്കൊന്നും ഇല്ലടാ. ഒരുത്തിനുണ്ട് പന്തം കണ്ട കളർ കോഴി. പിന്നെ അതേ കുട്ടൻ ബ്രോ, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണോട്ടാ. അരമണിക്കൂറാ? നീ 10 മിനിറ്റ് എന്നല്ലേ പറഞ്ഞത്? എന്തുട്ടാ നീ അവിടെ മുട്ടയിടാൻ വേണ്ടി പോണ? എന്റെ മേരി, ഒരു കോഴിമുട്ടയല്ലേ? നിങ്ങൾക്കത് പറയാം, ആദ്യത്തെ മുട്ടയാണ്. നിങ്ങൾ പോയി ചോദിക്ക്. വാ. ഇപ്പഴാ? നീ പോയി ചോറെടുത്തേ. ഇപ്പൊ തന്നെ കോഴി കൊക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പെരതാമസത്തിന് പോയത്. വന്നപ്പോ കോഴി വിട്ടില്ല. എന്നാ ഇട്ട് കാണത്തില്ല, നീ ഒന്ന് പോയേ. കാലത്തങ്ങനെ പോയി ചോദിക്കാം. പ്രാർത്ഥന കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ എത്തി. ഈ ചെറുക്കൻ വല്ല ചെകുത്താനാണ്. അതെല്ലോ, നമ്മടല്ലേ മോൻ. നല്ല വർക്കത്ത്. ആ മുട്ടയുടെ കാര്യം നിങ്ങളൊന്ന് പോയി ചോദിക്കോ. മുട്ടയുടെ കാര്യം ചോദിക്കാൻ പറ്റിയ സമയം. നീ എന്നെ കൂടി കൊലക്ക് കൊടുക്കോ? യെസ്, നിന്നെ മാത്രം കൊലക്കി കൊടുത്തേ ഞാൻ എസ്കേപ്പ് ആവും. നീ ആ സൈഡിലേക്ക് മാറിയെന്നേ, ആരും കാണാട്ടാ. അതെ, എന്നെ പിടിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കോട്ടാ നീ ആ വീട്ടിലുണ്ടെന്ന്. ദുഷ്ടാ, താൻ ആള് കൊള്ളാട്ടാ. കൊള്ളാം. വേഗം വന്നോട്ടാ. ഒരു ഓൾ ദ ബെസ്റ്റ് പറയാൻ പാടില്ലേ? ഓൾ ദ ബെസ്റ്റ്. നല്ല കാര്യത്തിനാണല്ലോ പോണത്. പാലൂറിയാണോ നോക്കിക്കോട്ടാ നീ. ഒച്ചുണ്ടാക്കില്ലേ? ഞാൻ എപ്പോഴും പറഞ്ഞത്. നീ എന്താ വൈകിയേ? അതെ, കുറച്ച് തിരക്കായിരുന്നു. ഇന്ന് നീയാ വരുന്നത്? എന്താ നോക്കുന്നേ? നിന്റെ കണ്ണില് നിറയെ നക്ഷത്രങ്ങളാണോടി. നീ നക്ഷത്രം വന്നാ തല്ലല്ലേടി പിശാചേ. ഇതിങ്ങോട്ടേക്ക് കേറി പോന്നേ. ആ പായെടുത്തേ. ഈ നേരത്തെ പായെടുക്കണ. അവിടെ അനിമലേ 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 മിണ്ടാതെ അവിടെ ഇരുന്നോ. മിണ്ടല്ലേ?
നീ ഇതുവരെ ഉറങ്ങിയില്ലേടി? പകല് മുഴുവൻ ടി വി കണ്ടോണ്ടിരുന്നോളും. ഈ നേരത്താണ് ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്. പോയി കിടന്നുറങ്ങ. ശരി, ഞാനൊന്നും പഠിക്കുന്നില്ല. പിന്നെ എക്സാമിന് എങ്ങനെ തോറ്റുപോയാൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. കൊല്ലും ഞാൻ തോറ്റാല്. ആ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയേക്ക്. നിന്റെ ഇംഗ്ലീഷ് പരീക്ഷ ഇന്നലെ കഴിഞ്ഞല്ലേ? അതിനിപ്പോ എക്സാം കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ലേ? പഠിക്കുന്ന ഒരു മോള്. അയ്യോ, ഈ പായ എവിടെ ഇരിക്കായിരുന്നോ? വെറുതെ അല്ല ഞാൻ ഉച്ചക്ക് നാളെ രാവിലെ പാവയ്ക്ക് ഉണക്കാൻ നേരം എടുത്തോ. നീ പോടി. അയ്യോ, ഇവനേതാടി? വന്ന് വന്ന് കണ്ട ആമ്പിള്ളേ വീട്ടിൽ കയറ്റാൻ തുടങ്ങിയോടി. നീ ഇതിനെ കൊല്ലടി. നിന്റെ മോളിന്റെ കിടപ്പ് ഞാൻ ഇന്നത്തോടുകൂടി തീർത്ത് തരാടി. അമ്മയൊന്നും പറയണ്ട, ഞാൻ അവനെ കേട്ടതോളൂ. അപ്പൊ വിളിച്ചു പറഞ്ഞിട്ടേ ഇന്ന് രാത്രി ഞാൻ നിന്റെ കെട്ട് നടത്തി തരാടി. വൃത്തിയായിട്ടവളെ കാണിച്ചു തരാം ഞാൻ. എന്തു വെച്ചടാ? നീ കാര്യം പറ. അവളെ തള്ളവന്ന് ചെകളോതി അവരുടെ കൈക്ക് എന്ത് തഴമ്പാടോ. വെടിപ്പായിട്ടുണ്ട്. നീ നേരെ വീട്ടിൽ കയറിപ്പിക്കും. ഇനി ഈ വക കാര്യത്തിന് എന്നെ വിളിക്കാൻ നിൽക്കതട്ടാ. അല്ലാണ്ട് നാട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇനി ഇതിന്റെയും കൂടി കുറവുള്ളു. അതെ, ഭയങ്കര ചെവിയാനാ. വീട്ടിലിപ്പോ എന്ത് പറയും? നോക്കട്ടെ, കാണിച്ചേ. അതെ, 4 വിരലിന്റെ പറയുണ്ട്. ഒരാളുടെ ആധാർ ലിങ്ക് ചെയ്തെന്ന് പറഞ്ഞു. ഒന്ന് കോപ്പ അവിടുന്ന്. എന്നാച്ചാ കളപ്പം കിട്ടിയെന്ന് പറയടാ. എന്തൂട്ടാ? ചിഞ്ചുലിന്റെ തള്ളേ കെവിനെ ചെകളം കുത്തിയിട്ടാ. നല്ല അസലായിട്ട് 4 വിരലും പതിഞ്ഞിട്ടുണ്ട്. അവൻ കരങ്ങില്ലാന്ന് മാത്രേ ഉള്ളു. എന്തായാലും നീരൊക്കെ ഒന്ന് ഉറപ്പാ. പിന്നെ അതേടാ, അത് കലക്കിയിട്ടുണ്ടല്ലോ. ഇനി നാളെ ഇതും പറഞ്ഞുകൊണ്ട് ആന്റി ഇങ്ങോട്ട് വരുമല്ലോ. നീ ഇപ്പൊ തന്നെ അവനൊന്ന് ചൂടോടൊന്ന് വിളിച്ചേരി. എന്നാ ശരി, ഞാനവനൊന്ന് വിളിച്ചോട്ടെ. ബെസ്റ്റ്. എടാ, നീ ആ സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കണണ്ടാ? കിടക്കാണ്. ഹലോ ഹലോ, കെവിൻ അല്ലേ? അതെ, ഞാൻ ബ്രൂലിന്റെ അപ്പുറം. നിന്നെ ഒന്ന് കാണണം എനിക്ക്. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാട്ടാ. കുരുമുളക് പൊടി തീർന്നുട്ടാ. അല്ല, നിനക്ക് എന്താ ഇത്ര പരവേശം? വെള്ളം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. അമ്മ, ചിഞ്ചുലിൻ്റെ ആൾക്കാർ വരും. എടാ, അവരെത്ര പേരുണ്ടാവും? നീ ഒരു കാര്യം ചെയ്, പോയി 2 പാക്കറ്റ് പാലും എന്തേലും വറവരി വാങ്ങിട്ടുവാ. അവർക്ക് ചായ കൊടുക്കണ്ടേ? എന്റെ പൊന്നുകളെ, അവരുടെ മോളെ കെട്ടിച്ചേരാൻ വേണ്ടി വന്നല്ല, അവരെന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നാണ്. ഓ, മനുഷ്യന് നാണം കെടുത്താനായിട്ട് അല്ല പട്ടിയെ വളർത്തിയാ മതിയായിരുന്നു. അയ്യോ, ഇത് കരിഞ്ഞ്. ചെലവുണ്ടിട്ടാ. ബാബുചേട്ടൻ 4 ചായ എടുത്ത്. 3 മതി. ഒരെണ്ണം നല്ല മധുരം കൂടി എടുത്തു. അടിപൊളി. 4 പേരിലും പക്ക. നീ അങ്ങനെ നമ്പർ കിടോ? എന്തായാലും നല്ല കീറാൻ കിട്ടിയേക്കണ. നീ ചായ കുടിച്ചൊക്കെ മതി. ഒരു തന്നടാ. അയ്യോ, ഇത് ഞാൻ ശരിയാക്കാം.
എന്താ ഇളി. മുട്ട എവിടെ? ഇന്നില്ലേ? ഇത് വലിയ കഷ്ടമല്ലേ? എങ്ങോട്ടാ? ആ ആ തിളച്ച ഉം. ഇന്നും കൂട്ടിൽ മുട്ടയില്ല. നിങ്ങൾക്കൊന്ന് ചോദിക്കാമോ? ഇപ്പൊ പറ്റിയ സമയമുണ്ട്. നീ ഒന്ന് പോയേ മേരി. കാലത്തെ വേറെ വല്ല പണിയും നോക്കും. വഴി മുട്ടയിട്ടിട്ടുണ്ടാവില്ല. ഇതിപ്പോ ഞാൻ തന്നെ ചോദിക്കേണ്ടി വരും. മുട്ട കാലത്ത് ഇടൂലേ? ഇതും പോയത് തന്നെയാണ്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ആ അപ്പാ ഞങ്ങൾ ഇറങ്ങുവാണേ. ആ അവനെയും കൂടെ കൊണ്ടുവെക്കോ. അവൻ രാവിലെ എങ്ങാണ്ട് പോയല്ലോ. നിങ്ങൾ കുളിച്ചാ? വേണ്ടായിരുന്ന ആ കഴിക്കുമോളെ. അവള് കഴിച്ചു തന്നെ. ഒന്ന് ചോദിക്കോ? എന്ത്? 2 ദിവസം ഇപ്പൊ മുട്ട കാണാത്തത്. ഇതൊരു ശല്യമായല്ലോ. അവൾ അമ്മായിയുടെ ഒരു കോഴിയും മുട്ടയും. എന്നാ അത് കഴിക്കണമെങ്കിൽ ഇത് കൊടുക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു തെണ്ണൂല്ലല്ലോ. നീ പൊടി. ഇന്ന് നീ ഇവിടെ മുട്ടയിട്ടാ മതി. വലിച്ചു പൊട്ടിക്കാതെ നോക്കണ്ട. മുട്ടയിട്ട് കഴിഞ്ഞ് ഞാൻ അയച്ചു കിട്ടോളാം. നോക്കിയേ. അതെ, ഞാൻ ആ സ്ഥലത്തിന്റെ കാര്യം അറിയാൻ വന്നാണ്. എന്താ പറയണ്ടേ? അത് എത്ര സെന്റ് സ്ഥലമുണ്ട്? അല്ല ഇതാരാണ്? എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം ചേച്ചി. ഈ പറമ്പ് എത്ര സെന്റ് ആണ്? അത് 4.5 സെന്റ് സ്ഥലം. 4.5 സെന്റാ? അപ്പൊ ഈ വഴി 2 കൂട്ടർ കൊണ്ട് കൊള്ളാണോ? ഏയ് ഞങ്ങളുടെ ആധാരത്തില് അവിടം വരെ ഉണ്ട്. അത്രയും വരെ. ഇത് ഞങ്ങളുടെ വഴിയാണ്. ഇത് ആർക്കും വഴിയില്ല. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വേലി കേട്ടാ. നീ ഇവിടെ നിനക്കൊല്ലം അറിയാമോ? ഇതൊക്കെ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലേ ആ നേരത്ത് കൊലപാതകം നടക്കും. അല്ല വർഗീസേട്ടൻ പറഞ്ഞതേ നിങ്ങൾക്ക് 2 കൂട്ടർക്കും കൂടിയുള്ള വഴിയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെ ശരിയാവും? അതൊരിക്കലും ശരിയാവില്ല. ഇതിപ്പോ എത്ര പേര് വന്ന് നോക്കിയിട്ട് പോയതാണ്. എന്നാ പോട്ടെ. എന്നാ അയൽവക്കത്ത് ചോദിച്ചാലേ ശരിക്കുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. എന്റെ കോഴി നിന്റെ പറമ്പിയാൻ വിറ്റ് തരാട്ടാ. ഏതാണോ പടം? കാണാൻ പാടില്ലേ? ഇന്നുവരെ മുട്ടിയിട്ടില്ലാത്ത പോലെ. 2 എണ്ണം പോരാ. ഭാരത സർക്കാർ കുടുംബാസൂത്രണം. നമുക്കൊന്ന്. അവന്മാര് പലതും പറയും. നമ്മൾ ആസൂത്രണത്തിന് മാറ്റൊന്നുമില്ല കേട്ടാ. നല്ലൊരു ഭാവി. ചോറല്ല പറഞ്ഞാലേ കാണാൻ പോവല്ലേ. അല്ലേ കാണാത്ത കഥ കടച്ചേക്കാം. പിന്നെ ഞാനിപ്പോ കിടക്കാം. ഞാനൊരു കട്ടൻ കാപ്പി കുടിക്കാൻ പോയതാ. ലൈലാബീഗത്തിന്റെ അറബി കാപ്പി എന്റെ
ഇത് പണിയണെങ്കിൽ എത്ര രൂപ? ഇതിന് പണിയാണോ? ഇത് കൊടുത്ത് വേറൊരെണ്ണം വാങ്ങിക്കാൻ നോക്ക്. ഇരിക്കുന്നൊക്കെ എന്നെ മുടക്കി. ഞാൻ എന്തേതാ നിങ്ങൾക്ക് ഈ ചെക്കനെ വിറ്റ് കാശ് വാങ്ങിച്ചൂടെ? വല്ലോം പറ. ആ ചെറുക്കനെ വിറ്റാ കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ തലേ കയറി ഇറങ്ങും. എന്നിട്ടൊരു കാർ വാങ്ങിക്കും. ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. ആ നോക്ക്. നീ എന്ത് ചെയ്യാൻ മാറി വണ്ടി സ്റ്റാർട്ട്. സോറി. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. മേരി ചേച്ചി എന്തു പറ്റിയ സുജാത ഇത്? തോമസ് രാവിലെ ഓട്ടവും കഴിഞ്ഞ് വന്ന് വണ്ടി നിർത്തിയേച്ചും ചായ കുടിക്കാൻ പോയതാണ്. ആ നേരം റിട്ടോ കയറി ഇയറിലങ്ങാണ് തട്ടി. ഇതാ കിടക്കണ് ജീപ്പ് മറിഞ്ഞ് കുഴിയില്. ചെറുക്കനും പറ്റിയ? ചെറുക്കനൊന്നും പറ്റിയില്ല. അവന്റെ സിനിമ സ്റ്റൈലിൽ ചാടി. ദൈവത്തിന്റെ കൃപ. കണ്ണി കൊള്ളാനുള്ളത് പിരിയത്തും ഉണ്ടല്ല. ചെറുക്കൻ ഇന്ന് കൊള്ളാനുള്ളത് എന്തായാലും ഇന്ന് കൊള്ളു. സിന്ധു എന്തേ? സിന്ധുവിനെ വിളിച്ചിട്ടുണ്ട്. ഡ്യൂട്ടിക്ക് പോയേക്കണേണ് ഇപ്പൊ വരും. മേരി ചേച്ചി, ഓ ജോർജേട്ടൻ പകുതി വന്നിട്ട് തിരിച്ചു പോയല്ല. ഇങ്ങനെയാണ് ഈ നാട്ടിലെ ആണുങ്ങളൊക്കെ. ഓ നീ നേരത്തെ വന്നിരുന്നെങ്കിൽ തല്ലിക്കറ്റം വേറെ ആളെ വേണ്ടായിരുന്നില്ല. ഒന്ന് പാടിയണേ. അതെ, ഞാൻ തമാശ പറഞ്ഞതല്ല. ആരാണ്ട് വിളിച്ച ഫോണും കൊണ്ട് ഓടിപ്പോയേക്കണത്. ഇനി വല്ലരും മരിച്ചോ ആവോ?